ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റ് സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുത്താലോ? അതിനായി 1 കിലോ സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ബർണർ കത്തിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. സോയാബീൻ റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. നമ്മൾക്കിത് ചൂടാറിയ ശേഷം വെള്ളം പിഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. സോയാ ചങ്ക്സ് കട്ട് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളി ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 6 സബോള ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 15 പച്ചമുളകാണ് കട്ട് ചെയ്ത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ, മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മസാല റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഇടാം. പൊടിച്ച് വെച്ച ഗരം മസാലയാണ്. നമ്മുടെ ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റുള്ള സോയാ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബർണർ ഓഫ് ചെയ്യാം. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.